അതുകൊണ്ട് ഇവർക്ക് സ്നേഹവും സത്യസന്ധതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവർ വളരെ സെൻസിറ്റീവും ആയിരിക്കും. എന്തെങ്കിലും കാര്യത്തിന് പെട്ടെന്ന് ഇമോഷണൽ ആവും, പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് സങ്കടപ്പെടും, പെട്ടെന്ന് ചിരിക്കും. ഇതെല്ലാം ആർദ്ര നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇത് പലപ്പോഴും പലർക്കും ഡിസ്കംഫേർട്ട് ആവും. അതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ ചിലപ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ താല്പര്യമില്ലായ്മ പലപ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. ആർദ്ര നക്ഷത്രം പൊതുവെ രാഹുവിൻ്റെ കീഴിലായതുകൊണ്ട് ആന്തരികമായിട്ടുള്ള മാറ്റങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കും. പക്ഷെ ബാഹ്യമായിട്ട് ഒന്നും തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. ആർദ്ര നക്ഷത്രക്കാർ പൊതുവെ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നല്ല വെല്ലുവിളികൾ നിങ്ങൾക്ക് മെയ് മാസത്തിൽ നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് ആ തൊഴിൽ പിടിച്ചു നിർത്താൻ നിങ്ങൾ നന്നായിട്ട് തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുമാത്രമല്ല, അത് പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും നന്നായിട്ട് ചിലവുണ്ടായിട്ടുണ്ടാവും. അതും കൊണ്ട് നിങ്ങൾ ടോട്ടലി ഡൗൺ ആയിട്ടുണ്ടാവും. എന്തും കൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ജൂൺ മാസത്തിൽ നിങ്ങൾ പ്രത്യേകം മാനസികമായിട്ടുള്ള ഒരു ശാന്തി ലഭിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. മാനസിക ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് പൂജ ചെയ്തിട്ടോ വേറെ വല്ല ചെയ്തിട്ടോ ഒരു കാര്യവുമില്ല. അമ്പലത്തിൽ പോവുകയാണെങ്കിൽ തന്നെ ആരുടെ അടുത്തും അധികം സംസാരിക്കാണ്ട് നിങ്ങളൊരു ആലിഞ്ചോട്ടിൽ വിശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും വിശ്വാസമുള്ള ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടെങ്കിൽ അയാളെ വാ തോരാതെ നിങ്ങൾ കുറ്റം പറയുകയാണ് ചെയ്യേണ്ടത്. കുറ്റം പറയണത് മോശം പ്രവൃത്തിയാണ്. പക്ഷെ നിങ്ങൾ ഏറ്റവും വിശ്വാസമുള്ളത്, അതായത് സ്വന്തം അച്ഛനും അമ്മേനെ ഉദ്ദേശിക്കുന്നത്, അവരെ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങൾ കുറ്റം പറയൂ. അപ്പോൾ മാനസികമായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് റിലീഫ് ഉണ്ടാവും. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ജൂൺ മാസത്തുണ്ടാവും. അത് നിങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നില്ല, പക്ഷെ ആ വർക്ക് ചെയ്തതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് എന്തായാലും വേറൊരു സ്ഥലത്തു നിന്ന് നിങ്ങൾക്ക് വന്നിരിക്കും. അതുകൊണ്ട് സാമ്പത്തികമായിട്ടൊരു സ്ഥിരത ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. ആരോഗ്യം നല്ലൊരു പ്രോബ്ലം തന്നെയാണ് നിങ്ങൾക്ക് ജൂൺ മാസം. പ്രത്യേകിച്ച് മാനസികാരോഗ്യമാണ് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവുക. ഈ മാനസികാരോഗ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ശരീരത്തിൽ കഴുത്തിന് താഴെയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തിന് വയ്യായ്മ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ പാസ്റ്റ് ഇഷ്യൂസ് നന്നായിട്ട് വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാൻ നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും. ഇമോഷണൽ ടർബുലൻസ് എന്തായാലും നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെഡേക്ക്, സ്ട്രെസ്സ്, ഉറക്കക്കുറവ് ഇതെല്ലാം നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ഉണ്ട്. പരമാവധി ഉറങ്ങാൻ ശ്രമിക്കുക. ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. ജൂൺ 4-നും ജൂണിൽ 8-നും ഇടയ്ക്കാണ് നിങ്ങൾക്ക് ടെൻഷൻ കൂടുതലായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് ആ ദിവസം നിങ്ങൾ പരമാവധി വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ജൂൺ 13-നും 17-നും ഇടയിലാണ് ഈ ടെൻഷൻ ഒന്ന് കമ്മിയായിട്ട് നിങ്ങൾക്ക് ഇമോഷണലി കുറച്ച് റിലാക്സേഷൻ കിട്ടുക. ജൂൺ 23-നും 27-നും നിങ്ങൾക്ക് മെൻ്റലി കുറച്ച് സ്റ്റേബിൾ ആവാൻ തുടങ്ങിയേക്കും. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6:30 വരെ അവൈലബിൾ ആയിരിക്കും.